ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ നമ്മളോട് പറയുകയാണ്, പുറമേ നിന്ന് ഉള്ളിലേക്ക് കടക്കുന്ന ഒന്നിനും ഒരുവനെ അശുദ്ധനാക്കാനായിട്ട് കഴിയുകയില്ല. ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. എന്നിട്ട് ഈശോ പറയുകയാണ്, സകല ഭക്ഷണ കാര്യങ്ങളും ശുദ്ധമാണ് അല്ലെ, അതിനൊന്നും നിങ്ങളെ അശുദ്ധനാക്കാനായിട്ട് കഴിയില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ദുഷ്ചിന്തകളും പരസംഗവും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും മറ്റു പാപങ്ങളുമാണ് ഒരുവനെ അശുദ്ധനാക്കി തീർക്കുന്നതെന്ന് പറയുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഭക്ഷണ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയെക്കാളും എത്രയോ ഇരട്ടി ശ്രദ്ധ നിങ്ങളുടെ സ്വഭാവത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവത്തില് നിങ്ങൾ കാണിക്കണം എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. അതായത് നമ്മളിപ്പോ നോമ്പുകാലത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ നോമ്പുകാലത്തിൽ പലവിധ ഭക്ഷണ സാധനങ്ങൾ വർജിക്കാനായിട്ട്, വേണ്ട എന്ന് വെക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി ശ്രദ്ധ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസാരത്തില്, പ്രവൃത്തിയില്, ചിന്തയില് വലിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഒരു സുവിശേഷഭാവം വായിച്ച് ചെയ്യുമ്പോൾ നോമ്പുകാലത്തില് ഭക്ഷണത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധയെ പോലെ തന്നെ അതിനേക്കാളൊക്കെ ഏറെ ശ്രദ്ധ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ ചിന്തയിലും വരുത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവയെ പുറന്തള്ളുവാനും വിശുദ്ധിയിൽ ജീവിക്കാനുമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.